നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായെത്തി. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്നു കുടിച്ചാൽ നാരി, നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി, നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥ നൽകേണമെനിക്കൊരു പാത്രം. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. മഹിളെ, നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ നീ. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. ഗുരുവേ, നീ കോപിക്കരുതേ, വീട്ടിൽ ഞാൻ എന്തിനു പോകാൻ? ഇല്ലില്ല, സത്യമെനിക്കു ഭർത്താവില്ല. ഇല്ലില്ല, സത്യമെനിക്കു ഭർത്താവില്ല. നീ ചൊന്നതു സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിന്നിതമെൻ ജീവചരിത്രം, നീയങ്ങനെ സർവമറിഞ്ഞു. ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. മകളെ, നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നാഥാ, നിൻ തിരുമൊഴി കേൾക്കാം ഭാഗ്യമെനിക്കെങ്ങനെയുണ്ടായി. തൃപ്പാദം വിശ്വാസമുടെ വണങ്ങിടുന്നേ. തൃപ്പാദം വിശ്വാസമുടെ വണങ്ങിടുന്നേ. 1942 കരിങ്ങഴ ജോസഫ് എന്നയാൾ, ചങ്ങനാശ്ശേരിക്കാരനാണ്, ആദ്യമായിട്ട് ഈ പ്രദേശത്ത് വരികയും എസ്റ്റേറ്റ് പിടിപ്പിക്കാനായിട്ട് ഭൂമി വാങ്ങുകയും ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളും മലമ്പനി, അതുപോലെ കാട്ടുമൃഗങ്ങൾ, ഇതിൻ്റെയൊക്കെ ശല്യം നിമിത്തം അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് വാലില്ലാപ്പുഴയിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നയാൾ കരിങ്ങഴ ജോസഫിൻ്റെ സ്ഥലം വാങ്ങി ഇവിടെ വന്ന് എസ്റ്റേറ്റ് പിടിപ്പിക്കുക. അതോടുകൂടിയാണ് ഇവിടെ കുറേശ്ശെ ജനവാസം ആരംഭിച്ചത്.
ഈ വാലിലാപ്പുഴ എന്ന സ്ഥലത്തിന് ഈ പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ട്. ഭൂപതിയൻ മല എന്ന് പറയുന്ന മലയിൽ 400 വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടി ആ കുത്തൊഴുക്കിൽപ്പെട്ട രൂപം കൊണ്ട ഒരു ജലാശയമാണ് വാലില്ലാപ്പുഴ തടാകം. പഴയ കാലത്ത് 6 ഏക്കർ 90 സെൻറ്റാണ് അതിൻ്റെ അളവ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നികന്നും നികത്തിയും ഇല്ലാതെയായിപ്പോയി. ഒരു ചെറിയ കുളം മാത്രമായി അവശേഷിക്കുക. അങ്ങനെ ഈ വാലില്ലാപ്പുഴ പ്രദേശത്ത് മുസ്ലിയാർ എസ്റ്റേറ്റ് പിടിപ്പിച്ചതോടുകൂടി ഈ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ധാരാളം കുടിയേറ്റക്കാർ വന്നെങ്കിൽ മാത്രമേ ഇതിനെ ശമിപ്പിക്കാൻ മാർഗമുള്ളൂ എന്ന് മുസ്ലിയാർ മനസ്സിലാക്കുകയും അങ്ങനെയാണ് തിരുവിതാംകൂർ കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറേശ്ശെ ആളുകളുണ്ടായി, കുറച്ച് വീടുകളുമൊക്കെ ഉണ്ടായി. അതിന് ശേഷം നമ്മുടെ ദൈവിക കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും അനുഷ്ഠിക്കുന്നതിന് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ആസ്ഥാനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായി തീർന്നു. അങ്ങനെ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ 1965 ഓഗസ്റ്റ് മാസം 1-ാം തീയതി പാറയ്ക്കൽ ജോസഫിൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിൽ വെച്ച് ചില തീരുമാനങ്ങളെടുത്തു. തലശ്ശേരി പോകാനും ബഹുമാനപ്പെട്ട വള്ളോപ്പള്ളി മെത്രാനച്ചനെ കാണാനും ഇതിനു വേണ്ട ഇവിടെ ഒരു വേദോപദേശ ക്ലാസ് സൺഡേ സ്കൂള് തുടങ്ങാനും അതിൻ്റെ ഉദ്ഘാടനത്തിന് മുതൽ ഒരു കുർബാന അർപ്പിക്കാനുള്ള അനുവാദം വാങ്ങാനും ആയിട്ട് അന്ന് തോട്ടുമുക്കം പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ കച്ചറമറ്റ അച്ഛനെയും പാറയ്ക്ക ജോസഫിനെയും കൂടെ ചുമതലപ്പെടുത്തി. ആ മാസത്തിൽ തന്നെ അവർ തലശ്ശേരി പോവുകയും ബഹുമാനപ്പെട്ട വള്ളോപ്പള്ളി തിരുമേനി സസന്തോഷം ഈ കാര്യം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1965 സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ 5-ാം തീയതി ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കുകയും അതോടുകൂടി സൺഡേ സ്കൂൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വാലില്ലാപ്പുഴ ആ ദിവ്യബലി അർപ്പിച്ച ദേവാലയത്തെ പിന്നീട് വള്ളോപ്പള്ളി പിതാവ് തന്നെ ഇടവകയാക്കി കാലാന്തരത്തിൽ ഉയർത്തുകയും അങ്ങനെ വാലില്ലാപ്പുഴ സുന്ദരമായ ഒരിടവപ്പള്ളി രൂപം കൊള്ളുകയും ചെയ്തു. ഇന്ന് വാലില്ലാപ്പുഴ പള്ളിയിൽ സമീപ പ്രദേശത്തെ ഏതൊരു പള്ളിയിലുള്ളതിനേക്കാളും ഭക്തസംഘടനകളും കലാ കായിക പ്രവർത്തനങ്ങളുടെ മികവും വിദ്യാഭ്യാസത്തിൻ്റെ മികവുമുള്ള ഒരിടവകയായി രൂപം കൊണ്ടിരിക്കുകയാണ്. അതിന് സർവശക്തനായ ദൈവത്തോടാണ് ഈ ഇവിടുത്തെ നിവാസികൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതും നന്ദി പറയേണ്ടതും. യാതൊരു യാത്രാ സൗകര്യങ്ങളും അല്ലെങ്കിൽ കാട് പിടിച്ച പ്രദേശത്ത് ചവിട്ടുവഴി പോലും ഇല്ലാതിരുന്ന ഈ മേഖലകൾ കൂടി സഞ്ചരിച്ച് ഇന്നത്തെ ജനം ഇവിടെ ഹൈവേയുടെ വക്കിലാണ് താമസിക്കുന്നത്. ഹൈവേ ആയി മാറി രൂപം കൊണ്ടു. ഇന്ന് എല്ലാവിധ സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും നാടായിട്ട് വാലില്ലാപ്പുഴ രൂപം കൊണ്ടിരിക്കുകയാണ്. ഈ രൂപാന്തരത്തിൽ 55-60 കൊല്ലങ്ങൾ കൊണ്ട് വന്ന മാറ്റം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാറ്റമാണ് ഈ 50-55 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മേഘങ്ങൾക്കപ്പുറം താരങ്ങൾക്കപ്പുറം
AKCC എന്ന സംഘടന താമരശ്ശേരി രൂപതയുടെ എല്ലാ ഇടവകയിലും ആരംഭിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഇടവകയിലും ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി ഞങ്ങൾ ആ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു. അന്നിവിടെ വികാരി ഇൻചാർജായിരുന്ന സുബിനച്ചൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘടന ഇവിടെ ആരംഭിച്ചത്. ഇന്ന് 10-25ഓളം അംഗങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം റബ്ബറിൻ്റെ വിലയിടിവ് ഉണ്ടായതനുസരിച്ച് താമരശ്ശേരി രൂപത സംഘടിപ്പിച്ച ഒരു റാലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളവിടെ പോവുകയുണ്ടായി. അതുപോലെ തന്നെ രൂപത ദിനത്തോടനുബന്ധിച്ച് തിരുവമ്പാടി മേഖല സംഘടിപ്പിച്ച റാലിയിലും ഞങ്ങൾ പങ്കെടുത്തു. ഞാൻ ആകാശ് തോമസ്, ഈ ഇടവകയിലെ KCM യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഈ ഇടവകയിലെ ഏറ്റവും ശക്തവും ഏറ്റവും സജീവവുമായ ഒരു സംഘടനയാണ് KCYM. ഏകദേശം 60 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ സംഘടന. ഈ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരുന്ന ഒരു സംഘടനയാണ് KCYM. ഇവിടുത്തെ വികാരി അച്ഛനായ ഫാദർ അനൂപാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 2014 മാർച്ച് 3 ഒരു പറ്റം യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിച്ചു വന്നതായിരുന്നു സെന്റ് മേരീസ് കൾച്ചറൽ ഫോറം എന്ന ഈ സംഘടന. സംഘടനയുടെ പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസിഡൻറ്റിനെ ആവശ്യമാകുകയും പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവരും തിരഞ്ഞെടുക്കുകയും അതിലൂടെ സുബിൻ കവളക്കാട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. ഇതിൽ ഏകദേശം 30ഓളം യുവജനങ്ങൾ ആൾക്കാർ പങ്കെടുക്കുകയും ആ മീറ്റിങ്ങിൽ സംഘടന മുഴുവൻ പ്രവർത്തനങ്ങളെയും പള്ളിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്മുടെ ഇടവകയിൽ നിന്നും മറ്റും തീർത്ഥാടകരായി കാൽനടയായി പോകുന്ന മലയാറ്റൂർ തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം ഒരുക്കുന്നതിൽ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു സെൻറ്റ് മേരീസ് കൾച്ചറൽ ഫോറം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും വീണ് എൻ്റെ കൈ ഒടിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യുകയും എൻ്റെ കൈ ഒടിഞ്ഞത് നന്നാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് എൻ്റെ കൈയിൻ്റെ ഞരമ്പ് ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഡാമേജായ ഞരമ്പ് ശരിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥനാപൂർവ്വം ആ നാളുകൾ ചെലവഴിച്ചു. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ കൈയിൻ്റെ മുട്ടിന് താഴേക്ക് ശോഷിച്ച് വരികയായിരുന്നു. എനിക്ക് ഈ വിരലുകൾ നിവർത്തുവാനോ ഭക്ഷണം കഴിക്കുവാനോ എഴുതുവാനോ അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ 4 മാസത്തിന് ശേഷം ഒക്ടോബറിൽ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ കൊന്ത നമസ്കാരം നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വളരെയേറെ ഭക്തിപൂർവ്വം ഈ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ 7ാമത്തെ ദിവസം കുർബാനയുടെ ഇടയ്ക്ക് പള്ളിയിൽ നിന്നും തനിയെ എൻ്റെ കൈ നിവർന്നു വരികയും ചെയ്തു. ഈ സംഭവം അന്നത്തെ വികാരിയായ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് പുത്തമ്പുര അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള ഈ ദേവാലയത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇതെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. വാലില്ലാപ്പുഴ ഇടവകയിൽ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട് 35 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഫാദർ ദേവസ്യ വലിപറമ്പിൻ്റെ കാലത്താണ് ആദ്യമായി സൊസൈറ്റി വാലില്ലാപ്പുഴ ഇടവകയിൽ ആരംഭിക്കുന്നത്. പിന്നീട് 1983 സെപ്റ്റംബർ 15 മറ്റൊരു യൂത്ത് കോൺഫറൻസും സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇന്ന് വാലില്ലാപ്പുഴ ഇടവകയിൽ പഴയ യൂത്തും കൂടി ചേർന്ന് ഒന്നിച്ച് ഒരു കോൺഫറൻസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറാൻ വാലില്ലാപ്പുഴ ഇടവകയിൽ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിക്ക് ഏറെ കഴിഞ്ഞിട്ടുണ്ട്. 1986 പ്രവർത്തനം ആരംഭിച്ച ടൈപ്പ് റൈറ്റിംഗ് പ്രോജക്റ്റും അതേപോലെ 1995 ആരംഭിച്ച ടൈലറിംഗ് പ്രോജക്റ്റും വാലില്ലാപ്പുഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വളർച്ചയുടെ ഭാഗമായിരുന്നു. ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് പാവപ്പെട്ട രോഗികളെ സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ആരായുകയും അവർക്ക് വേണ്ടിയിട്ട് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയുടെ നിറഭേദങ്ങൾ. ടെൻഷനും തിരക്കും നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വളർത്തുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും പൊട്ടിച്ചു കളയുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും സ്നേഹച്ചരടിനാൽ ഇഴചേർക്കാം. മോളെ, മോളിക്കുട്ടി, വാ, പ്രാർത്ഥന ചൊല്ലാം. ദാ വരുന്നു അപ്പച്ചാ. ആ ചേട്ടനെയും അമ്മയൊക്കെ വിളിക്ക്.
നാളെ കോളേജിൽ ഒരു പ്രോജക്റ്റ് വെക്കാനുണ്ട്. വാ, പ്രാർത്ഥന കഴിഞ്ഞ് ചെയ്താലേ അത് ശരിയാകൂ. ഈ അമ്മച്ചി എന്തിയേ? അമ്മേ. അതെ, പ്രാർത്ഥന കഴിഞ്ഞ് അപ്പനും മക്കളും കൂടി വരുമ്പോൾ വല്ലതും കഴിക്കണമെങ്കിലേ അടുക്കളയിൽ ഈ ബാക്കിയുള്ളവൻ കഷ്ടപ്പെടണം. ബാ, മുട്ടൂത്ത്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബം, ഇവരെ എനിക്ക് നശിപ്പിക്കണം. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഇവർ ദൈവത്തിൽ നിന്ന് അകലും. ഇവിടെ ആരുമില്ലേ? വർഗീസ് എന്തേ? ആരാ? ചേട്ടൻ ടൗണിലേക്ക് പോയിരിക്കുവാ. വർഗീസ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയായിരുന്നു. പറഞ്ഞ അവധി കഴിഞ്ഞു. എത്രയും വേഗം പണം എനിക്ക് തിരികെ കിട്ടണം. എടി മേരി, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. എന്താ? എന്തു പറ്റി? എന്നും ബില്ല് പാസ്സായില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? കടക്കാരോടൊക്കെ ഞാൻ എന്താ ഇനി പറയാ? അപ്പച്ചാ, ഞാൻ പോവുക. ഫീസ് അടയ്ക്കാനുള്ള പണം ഇപ്പോൾ എന്റെ കയ്യിലില്ല. നീ ഇപ്പൊ പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കോളേജിൽ പണം അടയ്ക്കണ്ടേ? എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ യാതൊരു സമാധാനവുമില്ല. എന്നെ ആരും സ്നേഹിക്കുന്നുമില്ല. മടുത്തു. മുടിഞ്ഞ പഠനവും നശിച്ച ജീവിതവും. മിസ്റ്റർ വർഗീസ് അല്ലേ? ജോസ് എം വിയുടെ? അതെ, ഞാൻ അവൻ്റെ അധ്യാപകനാണ്. അവനിപ്പോൾ കോളേജിലേക്ക് വരാറേയില്ല. ഞാൻ കേട്ടത് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കൊട്ടേഷൻ സംഘങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ്. ഹലോ. ഹലോ, മിസ്റ്റർ വർഗീസിന്റെ വീടല്ലേ? അതെ. ആ, ഞാൻ ദാസപ്പനാ. നിങ്ങളുടെ മകൾ എന്തേ? അവൾ നോക്കണ്ട, അവൾ അവിടെ ഇല്ല. ദൈവമേ, ഞാനിനി എന്താ ചെയ്യുക? നാണമില്ല മനുഷ്യ ദൈവത്തെ വിളിക്കാൻ. നമുക്കേ ആ കണിയാന്റെ അടുത്ത് പോയി പ്രശ്നം വെക്കാം. നമ്മുടെ തകർച്ചകളൊന്നും മാറാതിരിക്കില്ല. ഇല്ല, ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ തള്ളി പറയില്ല. എനിക്കുള്ളതല്ല, എന്റെ ദൈവത്തിന്റെ ദാനങ്ങളാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. എല്ലാ ജീവിത നാടകങ്ങളുടെയും അവസാനം ശുഭപര്യവസായിയല്ല. നമ്മുടെ ഈ കുഞ്ഞു തലയ്ക്ക് പിടികിട്ടാത്ത
അനേകം സമസ്യകളുടെ കൂമ്പാരമാണ് ഈ ജീവിതം. അതിനു മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കാതെ എല്ലാം സൃഷ്ടിച്ച നല്ല തമ്പുരാന്റെ മുൻപിൽ നമുക്ക് ശിരസ്സു നമിക്കാം, ജീവിതം നൽകാം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകേണമേ. ആമേൻ, ആമേൻ, ആമേൻ. വചനമായ ദൈവമേ, വചനമായ ദൈവമേ, മനസ്സിലങ്ങു വാഴണേ, മഹിതമായ ചിന്തകളാൽ തീർത്ഥമാക്കണേ. വചനമായ ദൈവമേ, മനസ്സിലങ്ങു വാഴണേ, മഹിതമായ ചിന്തകളാൽ തീർത്ഥമാക്കണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീടാൻ എന്നിലെറിയണേ. ഒരു ദിനം നിൻ സന്നിധേ വന്നിടാനുള്ളിലെ ആശകൾക്കു തീടാൻ എന്നിലെറിയണേ. വചനമായ ദൈവമേ, വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. എന്നും ഹല്ലേലൂയ സ്തുതി ഗീതമാക്കണേ. കഠിനമായ ഹൃത്തിനെ മാംസളമായി മാറ്റുവാൻ കൃപയെഴുന്ന വചനമേ കരുണ തോന്നണേ. കഠിനമായ ഹൃത്തിനെ മാംസളമായി മാറ്റുവാൻ കൃപയെഴുന്ന വചനമേ കരുണ തോന്നണേ. മധുരമായ മൊഴികളാൽ സഹജരെ നയിക്കുവാൻ ജ്ഞാനമായ വചനമേ എന്നിൽ നിറയണേ. മധുരമായ മൊഴികളാൽ സഹജരെ നയിക്കുവാൻ ജ്ഞാനമായ വചനമേ എന്നിൽ നിറയണേ. വചനമായ ദൈവമേ, വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. എന്നും ഹല്ലേലൂയ സ്തുതി ഗീതമാക്കണേ.
വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ, മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. വചനമായ ദൈവമേ മനസ്സിലങ്ങു വാഴണേ, മഹിതമായ ചിന്തകളാൽ ദീപ്തമാക്കണേ. ഒരു ദിനം നിൻ സന്നിധിയെ വന്നിടാനെന്നുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. ഒരു ദിനം നിൻ സന്നിധിയെ വന്നിടാനെന്നുള്ളിലെ ആശകൾക്കു തീയിടാൻ എന്നിലെരിയണേ. വചനമായ ദൈവമേ വചനം വചനം യേശുവിൻ വചനം ഹൃദയതന്ത്രിയിൽ സദാ സ്നേഹഗാനം മീട്ടിടുന്ന രാഗമാക്കണേ. വചനം